ஐயோ இது கறங்குது. நீங்க கறக்கிறதா அது? எப்படி? அல்லோ കാത്തോളെ രക്ഷിക്ക. ഇവരിത് കറക്കുന്നു. ഓടി വായോ. അയ്യോ ശരിക്കും പേടിച്ചു കേട്ടോ. നമസ്കാരം, എല്ലാവർക്കും വണ്ടർലസ്റ്റ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൊഗനക്കലാണ്, തമിഴ്നാട്ടിലെ ഹൊഗനക്കലാണുള്ളത്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് എന്താ പറയുക, പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഹൊഗനക്കൽ വരണമെന്ന്. ഞാൻ മാത്രമല്ല, നമ്മളിനി കുറച്ച് വീഡിയോസിൻ്റെ അകത്ത് ഞാനും സുറുമിയും ഉണ്ടാവും. ഞങ്ങൾ കുറച്ച് കൊളാബറിക്കേറ്റഡ് കുറച്ച് വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ സുറുമിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാമൂടെയാണ് ഇങ്ങോട്ട് പോകുന്നത്. സുറുമി വന്നുകൊണ്ടിരിക്കുന്നു. അതാ വേറൊരാളുണ്ടല്ലോ കൂടെ. ഡിക്കി ഓപ്പൺ ആണല്ലോ. ഹായ്, ഗുഡ് മോർണിംഗ്. പോവാ, ഷൂ എടുത്തിട്ടില്ലേ? ഷൂ എടുക്കാന്ന് ഓർത്ത, പിന്നെ വെള്ളത്തിലേക്ക് പാല് കൂടുതലാണ്. ഇതിൽ പാതി പാല് വെച്ചിട്ട് തുള്ളി വെള്ളം വെച്ചു. വെള്ളം വളരെ ഇവിടുന്ന് വരുമ്പോൾ അവിടെ ഒരു 100 രൂപ, കാറിനാകുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു 100 രൂപ പേ ചെയ്തൊരു സ്ലിപ്പ് കിട്ടും. പാർക്കിങ്ങിനൊക്കെ ഉള്ളതും 20. ഓക്കെ, അതിൽ പേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ എൻട്രി ഉള്ളൂ. ഈ ഫോറസ്റ്റ് ഉണ്ട് இங்கே ஃபாரஸ்ட்டா? ஓகே, அதாவது மானை அதான் எலிஃபென்ட் இருக்கு, பார்க்க முடியுமா அது எல்லாமே? ஓகே, നമുക്ക് முதல்ல பார்க்க ஓகே பார்க்கு. ஓகே ஓகே ஓகே, நமக்கு ஃபாரஸ்ட் உள்ள டிராவல் பண்ண முடியுமா? இல்ல, நீங்கள் ஸ்டாஃப் வேணுமா? ஓகே, அதுக்கு எவ்வளோ ரேட் எல்லாம் இருக்கு? ரேட் போட்டுருந்தாங்க சார். இப்போ எலிஃபென்ட்னால இப்போ இந்த டிஎஃப் வந்து நிறுத்திட்டாரு. ஓகே, ஒரு இதுன்ட்டு ஒரு ரேட் வாங்கிட்டு உள்ளே கூட்டி காட்டி ஒரு இது போடுவாங்க. ഓക്കെ, ഇപ്പം ഇല്ല സാർ, നിறுത്തിട്ടാரு. ഇപ്പം ഇല്ല. ഇവർ പറഞ്ഞത് നമുക്ക് ഫോറസ്റ്റിനുള്ളിലൊക്കെ പോകാനുള്ള പെർമിഷൻ ആദ്യം ഉണ്ടായിരുന്നു. ഇവർ ആളെയും കൂട്ടി കഴിഞ്ഞിട്ടൊക്കെ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പോകാൻ പറ്റില്ല, കാരണം എലിഫൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരിപ്പോൾ ഇത് നിർത്തി വെച്ചതിന് മുന്നേ പെർമിഷനൊക്കെ എടുക്കേണ്ടിയിരുന്നു. ഇപ്പോൾ ഇതില്ല. പക്ഷെ പോണ വഴിക്ക് മാനവ കാണാൻ പറ്റുന്ന പറയുന്നത്. നമുക്ക് പോയി നോക്കാം എന്തായാലും കാണാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഹൊഗനക്കലെത്തി. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് പാർക്കിങ്ങിൻ്റെ ഏരിയയാണ്. നമ്മൾ എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ, അതായത് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ നമുക്കവിടെ ഒരു പാസ് കിട്ടുന്നുണ്ട്. അതും കാറിന് എത്രയാണ് ഫീ എന്ന് എനിക്കറിയില്ല, അതിൽ ഇൻക്ലൂഡ് ആണോ എന്നുള്ള കാര്യം ഞാനിവിടെ ചോദിച്ചിട്ടില്ല. അങ്ങനെയാണ് അവർ പറഞ്ഞത്, അവിടെ നിന്ന് കയറുന്ന സമയത്ത് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പാർക്ക് ചെയ്തത് ഇവിടെ ഒരു വേറൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമുണ്ട്, 30 രൂപ കൊടുത്തിട്ട് അവിടെ പാർക്ക് ചെയ്തത്. ഇങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വന്നതാണ്. എൻ്റെ കൂടെ സുറുമി ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ കുറച്ച് വീഡിയോസിൽ ഞങ്ങളിനി ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യം ഫുഡ് കഴിക്കാം. കാരണം രാവിലെ ഇപ്പം സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8:45 അല്ല, ഇപ്പോൾ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 9:45. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല, രാവിലെ പോകുന്നതാണ്. 170 കിലോമീറ്ററിൻ്റെ അടുത്തോളം ട്രാവൽ ചെയ്ത് വന്നു. ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ് ആദ്യം ഫുഡ് കഴിച്ചിട്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചതാണ്.
ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. നമ്മൾ കയറി വരുന്ന ഭാഗത്തു നിന്ന് കുറേ ഹോട്ടൽസ് ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ രാവിലെ തുടങ്ങും മീനും എന്താ പറയുക, അതേപോലെ തന്നെയുള്ള എല്ലാ ചായക്ക് വേണ്ട സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ രാവിലെ തന്നെ ഉണ്ടാക്കും. കേട്ടോ ഇവിടെ പൂരി ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതേപോലെ തന്നെ മീനുണ്ടോ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ആക്കാൻ നമുക്ക് എന്താ ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ അവർ ഉണ്ടാക്കി തരും. ഇവിടെ പുള്ളിക്കാരൻ ദോശയോ എന്തോ ചൂടാനുള്ള പരിപാടിയിലാണ്, വെള്ളം തളിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ ഉണക്കൽ മീൻ, നമ്മളെ നെത്തോലി പോലുള്ള ചെറിയ മീൻ. അതാ ഇത് ഇഷ്ടം എവ്വളോ ഇത് 50 ഇത് 100. ഓ ഓക്കെ. ചെറുതിന് 50 വലുതിന് 100 കേട്ടോ പറയുന്നത് അവർ. ഇപ്പോൾ വേണ്ട, തിരുമ്പി വരുമ്പോൾ ഇതൊക്കെ ഇത് ഓക്കെ. ഇത് എന്നാ മീൻ? ഇത് കട്ട്ല. അതോ ഏത് കെളുത്തി? ഓക്കെ. ഇതൊക്കെ എவ்வளோ ഇருக்கு ഇത് പീസ്? 30. അതോ ഓക്കെ. കണ്ടില്ല, ഇവിടെ എല്ലാം മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മീൻ. അവരിനി ഇതാ നല്ല തിളയ്ക്കുന്ന എണ്ണ അവിടെ ഉണ്ട് കേട്ടോ. അതിലും ഇട്ട് നല്ല ഇതിൽ നമ്മൾ തിരുമ്പി വരുമ്പോൾ എടുക്കാം. ഇത് കണ്ടില്ലേ ഇവിടെ വെച്ചത് കൊട്ട? ഇതാണെന്ന് തോന്നുന്നു നമ്മളെ ചേട്ടനാണെന്ന് തോന്നി പോണത്. കൊട്ട എടുത്തിട്ട് ആണോ? അല്ല, ഇതല്ല നമ്മളെ ചേട്ടൻ. അതുണ്ടോ, ഇങ്ങനെയാണ് കൊട്ടയായിട്ട് പോവുക. ഒരാട് കയറി കിടക്കുന്ന കണ്ടില്ലേ ഇവിടെ. ഇതെങ്ങനെ ഇതിൻ്റെ പുറത്ത് കയറിയാവോ? ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ, ഗാർഡൻ പോലത്തെ. അതെ നമ്മളെ ചേട്ടൻ. ഇപ്പോൾ ആദ്യമൊക്കെ ഒരു തോണിയിൽ 4 ആൾക്കൊക്കെ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ 4 ആൾക്ക് പറ്റത്തില്ല. ഇപ്പോൾ 2 ആളും പിന്നെ ഒരു തുഴയുന്ന ആളും മാത്രമേ പറ്റുള്ളൂ. 3 ആൾക്ക് മാത്രമേ ഇപ്പോൾ അലൗഡുള്ളൂ. പിന്നെ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, വെള്ളം അടിക്കാനും കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ ഒരുപാട് തോണികളുണ്ട് ഇവിടെ. ഇവർക്ക് തോണി ഇങ്ങനത്തെ ബോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവർക്ക് യൂണിഫോം ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരുടേതായ യൂണിഫോം ഉണ്ട്, നീല ഷർട്ട് ഇവരെ യൂണിഫോമാണ്. ഇത് നമ്മളെ കൂടെയുള്ള വേറൊരു ചേട്ടനാട്ടോ. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? ചെന്നപ്പൻ. എന്താ ചേട്ടൻ്റെ പേര്? വീരമണി. ഓക്കെ. ചെന്നപ്പൻ ചേട്ടനും വീരമണി ചേട്ടനാണ് നമ്മളെ കൂടെ ഉള്ളത്. ഓക്കെ. അങ്ങതാ ടിക്കറ്റ് കിടക്കാം. ഓക്കെ. ഇത് എടുത്തു പോകാം. എൻ്റെ കയ്യിൽ ഇത് തന്നിട്ടുണ്ട് കേട്ടോ, പങ്കായം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഞാൻ തുഴയേണ്ടി വരും, പോയി നോക്കാം. അവിടെ മുന്നോട്ട് ചെല്ലാൻ പറഞ്ഞതാണ്. അവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ഇത് 750 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അത് ഗവൺമെൻറ്റിലാട്ടോ നമ്മൾ അടയ്ക്കുന്നത്. ടിക്കറ്റ് ഫീസ് മൊത്തം നമ്മൾ ഗവൺമെൻറ്റിൽ അടയ്ക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇവർക്ക് അതായത് ഈ തോണി കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു പ്രോഫിറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അല്ലാണ്ട് ഇത് മൊത്തം ഇവർക്ക് പോകുന്ന പൈസയും കാര്യങ്ങളൊന്നുമല്ല. ഇത് ഗവൺമെൻറ്റാണ് ഈ റേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതുകൊണ്ട് ഇവർക്ക് ബാർഗൈൻ ചെയ്യാനോ അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാനോ നമുക്ക് നടക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ആളെണ്ണം കുറച്ച കാര്യത്തിനാണെങ്കിലും അതും ഗവൺമെൻറ് തന്നെയാണ് പറഞ്ഞത്. ഇത്ര 2 ആളെ പറ്റുള്ളൂ, പിന്നെ ഒരു തോണിക്കാരൻ, ഇങ്ങനെ 3 ആൾക്കാർക്കേ പറ്റുമെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ്. അതും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണല്ലേ ഇത് ബാക്കിൽ അതൊരു ചേട്ടൻ കൊണ്ടുവരുന്ന. ഇത് 1 മണിക്കൂർ നേരത്തേക്ക് കേട്ടോ 750. അതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരും. പിന്നെ അതവിടെ കണ്ടോ മീനൊക്കെ വെച്ചിട്ട് മീൻ മേടിക്കാൻ വേണ്ടിയവർക്ക്. ഇവിടേക്ക് ഒരുപാട് മീൻ കട ഉണ്ട്. കണ്ണൊക്കെ മീൻ വെക്കുന്നതാണ്. വലിയ മീനുകളാട്ടോ, വലിയ മീനാണല്ലോ പത്ത് കാണിച്ചത്. ഇതുണ്ടോ മീൻ വലിപ്പം വലിയ മീനുകളാണ്. നല്ല തിരക്കുണ്ട്. അതേപോലെ യൂട്യൂബ് വണ്ടർലസ്റ്റ് ലൈഫ് മലയാളം യൂട്യൂബ്. ഓക്കെ. ഒരുപാട് മീനുണ്ട്. ഇതാ പിടയ്ക്കുന്ന മീൻ ഉണ്ടോ, ഇപ്പോൾ പിടിച്ചോണ്ട് വന്നു തോന്നുന്നു. ഇതെല്ലാം പുതുതാ, ഫ്രഷ് താനേ ഉണ്ടോ? ഫ്രഷ് മീനാണ് ഇവിടെ ഉള്ളത്. എന്താ വലിപ്പം നോക്കൂ. ഉണ്ടോ നല്ല ജീവനുള്ള മീനാണൊക്കെ.
ഇവിടെ നിന്നൊക്കെ കേട്ടോ മീൻ എന്താ പറയുക ചുട്ട് കൊടുക്കുക. അതാണ്ടില്ല അടുപ്പുണ്ടല്ലോ ഇവിടെ വെച്ചത്. ഇതവിടെ അരയ്ക്കുന്നതാ. അവരപ്പം തന്നെ മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ചുട്ടിട്ടാണ്. ഇത് മസാല താനേ? ഇത് മസാല താ? ஓகே. நீங்கள் இப்போ தான் இங்கே ரெடி பண்ணி அப்போ தானே ரெடி பண்ணி ஃபிஷ்ஷு? ஓகே ஓகே. நம்ம திரும்பி வரேன். ഇത് പോട്ട് ഫുള്ള് റെഡി ആയി തരും. നമ്മ ഇങ്ങനെ മീൻ മേടിച്ച് ഇങ്ങനെ കൊടുത്തിരണം. ഓക്കെ. ആ திரும்பி வரும்போதே ரெடி பண்ணி தரும். റെഡിയാ இருக்கும். ഓക്കെ ഓക്കെ. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ട മീനിൽ ഏതാ നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ മേടിച്ചിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 1 മണിക്കൂർ സമയം എന്തായാലും അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഇവരിവിടെ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുന്നതാണ് പറയുന്നത്. കറി ഉണ്ട്, ഫ്രൈ ഉണ്ട്. ഓ രണ്ടും ഉണ്ട്. കറിയും കിട്ടും, അതേപോലെ ഫ്രൈയും ഉണ്ട്. ആ റൈസും കിട്ടും. ആ ഓക്കെ. അതായത് ചോറും കറിയും എല്ലാം ഇവർ റെഡിയാക്കി തരും എന്നാണ് പറയുന്നത് നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക്. നോക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിലത്തെ അവിടെ ഇറങ്ങിപ്പോയിട്ടാണ് ചെയ്യുക. ഇവിടെ പോലീസൊക്കെ ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. ഇവിടുന്ന് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കും. അതിനുശേഷം ഇവിടെ എൻട്രി പണാ. ഇതെന്താ എൻട്രി പണാ? എങ്കിൽ ഓക്കെ. ഇവിടെ എൻട്രി ചെയ്യണം, എന്നിട്ട് മാത്രമാണ് നമുക്ക് പോകുള്ളൂ. അവർക്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണമോ? നമ്മ എന്നാ ഡീറ്റെയിൽ കൊടുത്തിടണം? അല്ല ഇங்கே എന്താ എന്നാ ഡീറ്റെയിൽ ഇங்கே കൊടുത്തിടണം നമ്മൾ? മൊബൈൽ നമ്പർ. ഓക്കെ. ആദർശ് 4 പേരെ കൊടുത്തിടണം. ഇங்கே 96 4 പേർക്ക് 2 തോണി. ഇല്ല 2 തോണി. 2 ആ മലയാളം തിരിയില്ല അല്ലേ? നമുക്ക് മലയാളം തമിഴ് കൊഞ്ചം തിരിയും. ഓക്കെ. അപ്പോൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും എടുത്ത് ഒരാളെ ഡീറ്റെയിൽ കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് താഴോട്ട് പോകാം. ഇതിൻ്റെ കൂടെ അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മളൊന്ന് സെറ്റായി. ഇനി ഇതാ നമ്മൾ തോണിയിലേക്ക് പോവുകയാണ്. ഇതും വട്ടവഞ്ചി താനേ? കൊട്ടവഞ്ചിയിൽ ആദ്യമായിട്ടാണ് പോകാൻ പോണത്. നമ്മളെ തോണിക്കാരനത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുത്തെടുത്ത് പുള്ളീനെ കുറച്ചൊന്ന് സ്റ്റക്കാക്കി. ഉണ്ടോ തോണി കൊണ്ടിട്ട് അവിടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ഇതിൽ തോണി പോയിട്ടുണ്ട്. ഇങ്ങനത്തെ തോണിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകാൻ പോണത്. ഒരാളത് അവിടെ കയറി ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ചേട്ടൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ ഫസ്റ്റിലെ പുള്ളിക്കാരൻ കറക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പിടുത്തം കിട്ടുന്നില്ല, അതെന്താ സംഭവം. ഒരു സൈഡ് പൊന്തി കിടക്കുക കേട്ടോ. ഇതുണ്ടല്ലോ നല്ല രസമുണ്ട്. ഇവിടെ വെള്ളം വരുന്നതാണ്. അങ്ങനെയൊക്കെ അവിടെ നിന്നൊക്കെ കുരങ്ങന്മാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ കൊട്ടവഞ്ചിയിൽ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ബാക്കിലൊക്കെ ഉണ്ടോ വലിയ മലകളാണ്, ഫുൾ കാടാ. ഇത് ഫോറസ്റ്റാ? ഇത് ഫോറസ്റ്റ് ഇതാ. ഓക്കെ. കാണുന്നതൊക്കെ ഫോറസ്റ്റ് ആട്ടോ. നമുക്ക് ഏതാவது അനിമൽസിനെ பார்க்க முடியுமா இங்கே?
நைட் டைமில் இது எவ்வளோ டைம் இருக்கும் இங்கே கொட்டவஞ்சி? 5 മണി ക്ലോസ് பண்ணுവാ? ഇതേ പുള്ളിക്കാരൻ നമ്മളെ തിരിക്കുന്നു, ഞാൻ എന്താ തിരിയുന്നു. അയ്യോ കണ്ടില്ലേ പാറക്കായിൽ. ഭയങ്കര റോജാപ്പടമാ എങ്കെ? ഇവിടെ ആട്ടോ റോജാപ്പടം ഫിലിം ഷൂട്ട് ചെയ്തത്. എന്ത് സൈഡിലത്? ഇന്ത സൈഡിലാ? ഓക്കെ, ഇവിടെ ആട്ടോ നമ്മളെ റോജ ഫിലിമിലെ ഏതാ ചിന്ന ചിന്ന ആശ ഏതാ പാട്ട്? ഓ அந்த സോങ്. ഓ ரதம் படம்லாம் இங்கே தான் எடுத்தது. ஓ ஒரு விதம் படங்க. ஏதற்கு தான் இங்கே இருக்கு தெரியுமா உங்களுக்கு? ஏதற்கு தான் தெரியுமா ஃபிலிம்ஸ்? எந்த ஃபிலிம்ஸ் தான்? ரதம். ഓ അർജുന. ഓക്കെ, അവിടെ കണ്ടില്ലേ 2 ഇത് മീനട്ടി തന്നെ, കിങ്ഫിഷർ. ഓക്കെ, ഒരു വേറെ കളറാട്ടോ, അത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണത്. அங்கே தானே இது பிரிட்ஜ் இருக்குது, அங்கே தான் அங்கே தான். ஓகே, അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു വാട്ടർഫാൾ അല്ലേ? അത് ചിന്ന വാട്ടർഫാളാ? ഓക്കെ, കുളിக்கிறதா? ഓക്കെ, അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, കുളിക്കുന്നതാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് അവിടെ പോയി ഷൂട്ട് ചെയ്യാം. ഇത് എவ்வளோ കിലോമീറ്റർ இருக்கு? இது போயிட்டு இப்படியே வரணும் 1 மணிக்கூர். 1 hour ஆகுதா? இது 1 மணிக்கூர். ஓகே, ஃபுல்லாக பார்த்துட்டு வர மாதிரினா 3 hours 4 hours ஆகும். 3 hours 4 hours നരൻ ഫിലിമും ഷൂട്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് മോഹൻലാലൊരു മരം പിടിച്ച് വരുന്നൊരു സീനില്ലേ, ആ സീൻ ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തതാണ് ചേട്ടൻ പറഞ്ഞത്. കുറച്ചുകൂടി ഉള്ളിലേക്കാണത് ഷൂട്ട് ചെയ്തത്. നമ്മൾ അങ്ങ് പോയിരിക്കാം ഇപ്പോൾ. അവിടെ എത്താൻ കുറേ സമയം എടുക്കുമെന്ന് അറിയുന്നത്. കാരണം ഇവിടെ 1 മണിക്കൂർ നേരത്തേക്കാണ് നമ്മൾ പറഞ്ഞ 750 രൂപ വരുന്നത്. അതിൽ എക്സ്ട്രാ എത്ര ടൈം എടുത്താലും ടോട്ടൽ കണ്ടു കഴിഞ്ഞാൽ 3 മണിക്കൂറിനടുത്ത് എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ആകുന്ന സമയത്ത് എക്സ്ട്രാ 750 1 മണിക്കൂറിന് വെച്ചിട്ട് കൊടുക്കണം. നോക്കാം, ചേട്ടൻ ചിലപ്പോൾ നമ്മൾ അത്രയും സ്ഥലം കാണിക്കാൻ ചാൻസ് ഉണ്ട് 1 മണിക്കൂറിനുള്ളിൽ. നോക്കാം നമുക്കത്. തന്നെ മീശമാധവിലുള്ള ആ കൊട്ടവഞ്ചിയുള്ള സോങ്സൊക്കെ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. நீங்கள் ஃபிலிம் ஆக்ட்ரஸுக்கு எல்லாம் பார்த்துருக்கா? எல்லாம் எவ்வளோ நாளாச்சு இங்கே? நீங்கள் இங்கேயே இருக்கா? ஓகே. மழை வெள்ளம் வந்தப்போ இது ஃபுல்லாக வெள்ளம் போச்சுமா, அதான் அந்த துணியெல்லாம் மாற்றிட்டு இருக்காரு. அது ஃபுல்லு வரைக்கும் வெள்ளம் போகும்போது போட்டிங்கெல்லாம் க்ளோஸ். ஓ, மழை தான் க்ளோஸ் பண்ணும் இது? மழை காலத்தில் ஆகஸ்ட்டில் க்ளோஸ் பண்ணும். ഓക്കെ ഓക്കെ, അவ்வளோ ഹൈറ്റിൽ വെള്ളം പോന്നിരിക്കും? ഫുള്ളാக പോകും. ഓ, ഇത് മഴ പെയ്ത് കഴിയുന്ന സമയത്ത് ഇവിടെ നല്ല ഹൈറ്റിൽ വെള്ളം പൊന്തുന്നാട്ടോ പറയുന്നത്. നല്ല ഹൈറ്റിൽ വെള്ളം പൊന്തിയിട്ട് ഇവർ ബോട്ടിംഗ് എല്ലാം ക്ലോസ് ചെയ്യും. ഇവിടുന്ന് ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിറയെ ഫിലിം എടുത്തിருக்கு. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മലയാളത്തിൽ തന്നെ ഒരുപാട് ഫിലിംസ് എടുത്തിട്ടുണ്ട്. നരനായാലും മീശമാധവൻ. ഏതാ? കാലാപാനി മീശമാധവൻ. ആ, കാലാപാനി മീശമാധവൻ. ആ, മലയാളം തന്നെ ഒരുപാട് എടുത്തിருக்கு. മലയാളം ഒരുപാട്. ഓക്കെ, മലയാളത്തിൽ തന്നെ ഒരുപാട് ഫിലിംസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതേപോലെ ചേട്ടൻ മലയാളത്തിൽ ഏതൊക്കെയോ പാട്ട് പാടുന്നുണ്ട് കേട്ടോ. പുഴയോരത്തിൽ തോണി എത്തിയില്ല എന്നുള്ള പാട്ടൊക്കെ ഉണ്ട്, ചേട്ടൻ അവിടെ നിന്ന് പാടുന്നുണ്ട്. ആ തോണി വെച്ച സ്ഥലം കണ്ടില്ലേ, അതാണ് കർണാടക തമിഴ്നാട് ബോർഡർ. അവിടെയാണ്. പിന്നെ അവിടേക്ക്, അതായത് ആ ഒരു സ്ഥലത്തേക്ക് അവിടെയാണ് വീരപ്പൻ ഇങ്ങ തന്നെ ഇരുന്നത്. എന്താ ഇടത്തില്ലേ? ஆ, அங்கே தான் ஷூட் பண்ணியது அவரை? அதுக்கு முன்னாடியா? ஒரு 12 കിലോമീറ്റർ. ഓക്കെ, ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാട്ടോ വീരപ്പനെ ഷൂട്ട് ചെയ്തത്. അവിടുന്ന് തോണി കയറി ഇപ്പോൾ ഒരു ഐലൻഡ് പോലത്തെ സ്ഥലത്ത് വന്നു. ഇവിടെ വരാനാണ് ശരിക്കും 750 രൂപ വന്നത്. അപ്പോൾ ഇവിടം വരെ വന്ന് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല. ആകെ നമുക്ക് ആ കൊട്ടവഞ്ചിയിൽ കയറിയിട്ട് ഈ ഒരു തമിഴ്നാട് കർണാടക ബോർഡർ എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലും കൂടുതൽ കാഴ്ച കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എക്സ്ട്രാ ചാർജും കാര്യങ്ങളും ഉണ്ട്. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഒരു വാട്ടർഫാൾസ് വാട്ടർഫാൾസ് ഉണ്ട്. തമിഴാട്ടോ വരുന്നതൊക്കെ വായിൽ. ഇവരോട് സംസാരിച്ച് മൊത്തം തമിഴ് മാത്രമേ ഇപ്പോൾ വരുന്നത്. അപ്പോൾ വാട്ടർഫാൾസിലേക്കാണ് പോണത്. അവർ പറയുന്നത് നയാഗ്ര വെള്ളച്ചാട്ടം പോലുള്ള വെള്ളച്ചാട്ടമാണെന്നൊക്കെയാണ് പറഞ്ഞത്. എത്ര കണ്ടിട്ടില്ല ഞാൻ ഇതുവരെയായിട്ട്, ഫോട്ടോ കണ്ടത് മാത്രമേ ഉള്ളൂ. ഫോട്ടോ കാണുമ്പോൾ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരിട്ടൊന്ന് കാണണം. അതേപോലെ രണ്ടാമത് വേറെ വെള്ളച്ചാട്ടമുണ്ട് തമിഴ്നാടിൻ്റെ, അതും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇത് 100 അടി താഴ്ചയുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ഈ വെള്ളത്തിന്. അറിയത്തില്ല എത്രത്തോളം ഉണ്ട്, പക്ഷേ എന്തായാലും കണ്ടിട്ട് നല്ല ഡെപ്ത് ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കാഴ്ചകൾ കാണാം. പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇതാ ഇവിടെ നമ്മളവിടെ കണ്ടില്ലേ വരുന്ന സമയത്ത് മീൻ, അതേപോലെ മീൻ ഇവിടെ ഉണ്ട്. ഇവിടെ മീനിന് റേറ്റ് കുറവാട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മീൻ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ട് വേണം കൊടുത്ത് ചെയ്യിക്കാൻ. ഇവിടെ എന്ന് വെച്ചാൽ ഡയറക്റ്റ് മീനെ പിടിച്ചിട്ട് ഇവർ തന്നെ ഇവിടുന്ന് ചുട്ട് തരുന്നതാണ്. ഇവിടെ 4 പീസിന് 100 രൂപയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ എന്തായാലും കഴിക്കുന്നില്ല, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതൊക്കെ തുഴഞ്ഞ് ഇവിടെ എത്തി. ഇനി കുറച്ച് 1 കിലോമീറ്റർ ഫോറസ്റ്റിലൂടെയാണ് പോകാനുള്ളത്. ആ ഫോറസ്റ്റിലൂടെ പോയിട്ട് നമുക്ക് ഇന്ത്യയിലെ തന്നെ നയാഗ്ര ഫാൾസ് എന്നറിയപ്പെടുന്ന വാട്ടർഫാൾ കാണാനാണ് പോണത്. നമുക്ക് അങ്ങോട്ട് പോകാം. ചേട്ടൻ തോണിയായിട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തോണി വേണം. അതുകൊണ്ട് ചേട്ടൻ തോണിയായിട്ടാണ് വരുന്നത്. ഈ തോണി ഇവിടെ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ കൊണ്ടുപോകും. നമ്മൾ പോകുന്ന വണ്ടിയിൽ തന്നെ തോണിയും കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പോയിട്ട് ഇറങ്ങും. അതാണ് പറഞ്ഞത്. ഹായ് ടാറ്റ തരുന്നുണ്ട്. ഇനി നമ്മൾ പോണ നേരെ ഇന്ത്യയിലെ തന്നെ നയാഗ്ര വാട്ടർഫാൾസ് എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ എவ்வளோ വെള്ളച്ചാട്ടം എടുക്കുക? 20? ആ ഓക്കെ, എല്ലാം കൂടെ ചേർന്ന് 20 വെള്ളച്ചാട്ടം ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരേ ഇടത്തിൽ ഒരു സ്ഥലത്ത് തന്നെ 20 വെള്ളച്ചാട്ടം ഉണ്ട്. നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇന്ത്യയിലെ നയാഗ്ര വാട്ടർഫാൾ എന്നറിയപ്പെടുന്ന സ്ഥലം ഇവിടെയാണ്. നമ്മളത് കാണാൻ വേണ്ടിയാണ് ഇനി യാത്ര. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു രക്ഷയില്ല. എന്നാ ലുക്ക്, എന്നാ ഭംഗി. ഇതെല്ലാം കൂടി 20 വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ എണ്ണിയിട്ടില്ല, ഇവർ പറഞ്ഞതാണ്. വേറെ ഭംഗി തന്നെ, ലെവല് വേറെ തന്നെ. അണ്ണേ അങ്ങ് പോകാൻ മുടിയുമാ? അങ്ങ് ഒരു രക്ഷയില്ല. എന്നാ ലുക്കാ നോക്കൂ. നമ്മളവിടം വരെ 750 രൂപ കൊടുത്ത് പോകുന്നതിന് ഒരു കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൂടെ നമ്മൾ കൊട്ടവഞ്ചി പോകുന്നത് എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ വരണം കുറച്ചുകൂടി. ഏതായാലും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെയും വന്ന് ഇത് കാണണം. കാരണം ഇത് മാത്രം കാണാനുണ്ട്. അത്രയും നല്ല വെള്ളച്ചാട്ടമാണ് കാണാൻ. എന്ത് ഭംഗിയാണെന്നറിയാം. നിങ്ങൾ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് ഭംഗിയാണ് ഇവിടെ വന്ന് കാണുന്ന സമയത്ത്. ഭയങ്കരം. ഓ കണ്ടോ ഓരോ വെള്ളച്ചാട്ടം വയ്ക്കുന്നത്. അതുപോലത്തെ 20 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് അവർ. അങ്ങനെ നമ്മൾ ഈ ഇന്ത്യയിലെ നയാഗ്ര വാട്ടർഫാൾ എന്ന് പറയപ്പെടുന്ന വെള്ളച്ചാട്ടം കണ്ടു. ഇത് കർണാടകത്തിലല്ലേ? ഇത് കർണാടകത്തിലാണ്, കർണാടക ബോർഡറിലാണുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഈ നേരെ പോണത് തമിഴ്നാട്ടിലുള്ളൊരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേട്ടൻ്റെ അതേ തോണിയിൽ നമ്മൾ അതേ വട്ടവഞ്ചി തന്നെയാണ് നമ്മൾ പോണത്.
പക്കം തകർക്കാ. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ഇത്. നമുക്ക് ഇത് കയറി കഴിഞ്ഞിട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ചേട്ടൻ തോണി എടുത്ത് അങ്ങ് വരും. തോണി എടുക്കില്ല അങ്ങേക്ക്? ഓക്കെ, തോണി എടുത്തിട്ട് അങ്ങ് വരും. എന്നിട്ട് നമ്മൾ അവിടെ നിന്നും തോണിയിൽ പോകും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, ഇത് കറങ്ങുന്നു. നീങ്ക കറക്കരുതാ അത്. എപ്പടി അല്ലോ കാത്തോളെ രക്ഷിക്ക. ഇവരിത് കറക്കുന്നു. ഓടി വായോ. അയ്യോ, ശരിക്കും പേടിച്ചു കേട്ടോ. അമ്മോ, ഇവരിത് കറക്കി. നല്ല സ്പീഡിൽ ഇത് കറക്കിക്കാഞ്ഞ്. എന്നാത്തേക്ക് ഇത് ഇങ്ങനെ ഇപ്പടി കറക്കിയെടുക്കുക? സുമ്മാ എൻജോയ്മെന്റ് തന്നെ. ഇവളെ എൻജോയ്മെന്റ്. ഓ, ഇത് മസാജാ? ഇത് മസാജാ? ഇത് ഓയിൽ മസാജാ? ഇത് കണ്ടില്ലേ ഇവിടെ തോണിയിൽ ഓയിൽ മസാജ് ചെയ്യുന്നത്? ഓയിൽ മസാജൊക്കെ ഉണ്ട് കേട്ടോ. അവരിവിടെ വന്നിട്ട് നമുക്ക് ഓയിൽ മസാജ് ചെയ്ത് തരും. നമ്മളെടുത്ത് വന്നിട്ട് ഈ തോണിയിൽ വന്നിട്ട് 300 രൂപയാണ് പറഞ്ഞത്. നമ്മളതൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ അടുത്ത് തന്നെ ചേട്ടൻ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. കരിമ്പ് ജ്യൂസ് ഉണ്ട്, നാരങ്ങ ജ്യൂസ് ഉണ്ട്, പപ്പായ ജ്യൂസ് ഉണ്ട്. அண்ணே இங்கே போய் பார்க்க முடியுமா? அங்கே നമ്മളിവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് പോയി കാണാം. ഓ, രക്ഷയില്ല കേട്ടോ. എന്താ വെള്ളച്ചാട്ടം ഒളിച്ച്. നമ്മൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഷൂട്ട് ചെയ്തപ്പോൾ പറഞ്ഞു അതിൻ്റെ അടുത്തേ അധികം പോകണ്ട, കാരണം പ്രത്യേകിച്ച് ഒരു സേഫ്റ്റി ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മളോട് വേറൊരു സ്ഥലം കാണിച്ചു തന്നു, അങ്ങോട്ട് ചെയ്താൻ പറഞ്ഞു. അപ്പോൾ ഇനി അവിടെ പോയി നോക്കട്ടെ, അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. അവിടെയൊക്കെ വെള്ളച്ചാട്ടമാണ്. ഇതാ ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. പിന്നെ അതേപോലെ അങ്ങോട്ടേക്കൊക്കെ വാട്ടർഫാൾസ് ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഷോപ്സ് ഉണ്ട്. ഷോപ്സിൻ്റെ അകത്ത് തോർത്തും കാര്യങ്ങളും വേണം, കുളിക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. വരുന്നവർക്കാർക്കും കുളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ സാധനം മേടിക്കാം, അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ്, പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. അതാ അവിടെയൊക്കെ ഓയിൽ മസാജ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഓയിൽ മസാജ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓ, നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫാൾസില്ലേ, അതായത് നയാഗ്ര, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാട്ടോ ഇത് വരുന്നത്. നമ്മളത് കറങ്ങി കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്. കാരണം ആ ഗ്യാപ്പ്, പാറയുടെ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇത് വരുന്നത്. നമ്മൾ എന്താ വെള്ളച്ചാട്ടം. അതാ നമ്മളെ ചേട്ടൻ, നമ്മളെ കൂടെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. എന്താ ഇവിടെ വീണ് കഴിഞ്ഞാൽ മിക്കവാറും കിട്ടാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ പോയാൽ കിടക്കാൻ മാട്ടെ. അവിടെ പോയാൽ പിന്നെ തിരിച്ച് കിട്ടത്തില്ല, അത്ര ആയുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ പാറകൾ. നമ്മൾ നേരത്തെ പോയി കണ്ട വെള്ളച്ചാട്ടത് അവിടേക്കാണ്. അതല്ലേ നമ്മൾ നേരത്തെ பார்த்தത്? അങ്ങനെ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് അവിടെ കേട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളിങ്ങനെ കറങ്ങി വന്നതാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഓ, ഒരു രക്ഷയില്ല. വെള്ളം ഇങ്ങനെ പറക്കുന്നുണ്ട് ഇതിലൊക്കെ. ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, കാരണം ഒരാൾക്ക് 5 രൂപയാണ് ഫീസ്. പ്രശ്നമില്ല, എൻട്രി ഫീ 5 പക്ഷേ ഒരു ക്യാമറ കൊണ്ടുവന്നതിന് 25 രൂപ വേണം. അപ്പോൾ 2 ക്യാമറ കൊണ്ടുപോകുമ്പോൾ എന്തായാലും 50 രൂപ വേണം. വലിയ കാണാൻ മാത്രമൊന്നുമില്ല, നമ്മൾ ഇത്രയും നേരം കണ്ട കാഴ്ചേൻ്റെ അകത്ത് എന്തായാലും ഇത് വരില്ല. അപ്പോൾ നമ്മൾ പിന്നെ അവിടേക്ക് പോകാൻ നിന്നിട്ടില്ല, വെറുതെ അങ്ങോട്ട് പോയിട്ട് അത്രയും ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളത് പോയിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.